കുട്ടികൾ ഉണർന്നിട്ടില്ല. പരമൻ മുറിയിലേക്ക് വന്നിട്ടുമില്ല. തൻ്റെ മുടി തുടച്ച് സിന്ദൂരം തൊട്ട് കുറി തൊട്ട് കണ്ണെഴുതി അവൾ ചായക്കുള്ള പലഹാരവും എടുത്ത് മാധവന് സമീപത്തേക്ക് നടന്നു. മാധവൻ അക്ഷമയോടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾ എവിടെ പാറു? എന്താണെന്നറിയില്ല, രണ്ടാളും എണീറ്റിട്ടില്ല. അവൾ തൻ്റെ കൈവശം ഇരുന്നിരുന്ന പലഹാരം എടുത്ത് മേശമേൽ വെച്ചു. അതിനുശേഷം സ്റ്റൗവിൽ ചായ ഇട്ടു മാധവന് കൊടുത്തു. അയാൾ അവളെ സാകൂതം വീക്ഷിക്കുകയാണ്. പാറുവിന് അമ്പരപ്പവും അല്പം ഭയവും തോന്നി. ഈശ്വരാ, തൻ്റെ ഒരു അവസ്ഥ! ഇരിതിയിൽ അകപ്പെട്ട അവൾക്ക് ഇറങ്ങി ഓടണമെന്ന് തോന്നി. തനിക്കൊന്ന് നല്ല ക്ഷീണമുണ്ടല്ലോ, ദാ അവിടെ ഇരുന്നോളൂ. അയാൾ കാട്ടിക്കൊടുത്ത സ്ഥലത്ത് അവൾ യാന്ത്രികമായി ഇരുന്നു. വീട്ടിൽ അമ്മയ്ക്കും അച്ഛനും സുഖം തന്നെയല്ലേ? അനുജത്തിമാർ എന്തു പറയുന്നു? ആർക്കും കുഴപ്പമൊന്നുമില്ല. എങ്കിൽ ഇനി നീ വീട്ടിൽ പോകുമ്പോഴേ ദാ ഈ വണ്ടി എടുത്തോളാം. ഇനി ഇത് നിനക്കുള്ളതാണ്. പരമൻ വണ്ടി ഓടിക്കൂലോ. മാധവൻ വെള്ള നിറത്തിലുള്ള ഒരു കാറിന് നേർക്കു കൈ ചൂണ്ടി. ഇനി എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. പാറു അമ്പരന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ സ്വത്തവകാശി താനായിരിക്കുമെന്ന് അവൾ ഓർത്തു. അവൾക്ക് ഛർദ്ദിക്കണമെന്ന് തോന്നി. ചുവരിലുള്ള ചാരു അമ്മായിയുടെ ഛായാചിത്രത്തിന് മുകളിൽ കൂടി ഒരു വെള്ള തുണി വിരിച്ചിരിക്കുന്നത് അവൾ കണ്ടു. അവൾ അതെന്തുകൊണ്ടായിരിക്കാമെന്ന് ഊഹിച്ചു. പുറത്തു വയലിൽ കൂടി നടന്നു വരുന്ന പരമനെ കണ്ടു. ചുമലിൽ ഒരു ചാക്കോ നാളികേരം ചുമന്നിട്ടുണ്ട്. അവൾ അറിയാതെ ഇരുന്നിടത്തു നിന്നും എണീറ്റു. മിഴികൾ നനഞ്ഞു. ചുവടുകൾ പതിയെ മുൻപിലേക്ക് വെച്ചു. ഇടറിയ കാൽപാദങ്ങൾക്ക് മുൻപിൽ മാധവൻ ഒരു തടസ്സമായി വന്നു നിന്നു. തന്നെ താലി കെട്ടിയ ഭർത്താവ്, തൻ്റെ കുട്ടികളുടെ പിതാവ്, അദ്ദേഹവും ഇദ്ദേഹവും തമ്മിൽ ഒരു അജഗജാന്തരമുണ്ട്. തൻ്റെ ഭർത്താവ് എവിടെ കിടക്കുന്നു? മാധവൻ എന്ന ഈ മനുഷ്യൻ്റെ സാമ്പത്തിക പ്രാപ്തിക്ക് മുമ്പിൽ തങ്ങൾ വെറും നിസ്സാരർ. അവൾക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നി. അല്പനേരം കൂടി ഇരുന്നിട്ട് പോയാൽ മതി. ആ ആജ്ഞയ്ക്ക് മുമ്പിൽ അവൾ ഭയവിഹ്വലയായി. മാധവൻ പരമനെ ഈർഷ്യയോടെ നോക്കുന്നത് അവൾ കണ്ടു. അയാൾ ഒരു മാസിക അകത്തുനിന്നും എടുത്തു കൊണ്ടുവരുന്നത് അവൾ ഒരു വേവലാതിയോടെ നോക്കി. ഈ സാരികളിൽ ഏത് സാരിയാണ് നിനക്ക് ഇഷ്ടമെന്ന് പറഞ്ഞോളൂ. ഞാൻ നാളെ പാലക്കാട് വരെ പോകുന്നുണ്ട്. ഇഷ്ടപ്പെട്ടത് പറഞ്ഞോളാ. യാന്ത്രികമായി അവളത് വാങ്ങി. കണ്ട ഇടങ്ങളിലേക്കൊക്കെ ചൂണ്ടിക്കാട്ടി. താൻ കണ്ടിരുന്ന മാമയല്ല ഇതെന്ന് അവൾക്ക് തോന്നി. ഇയാൾ തന്നെ ഉപദ്രവിക്കുമോ? തളർച്ചയിലായിരുന്ന പാറുക്കുട്ടിക്ക് ദേഹമാസകലം ഒരു വിറയൽ അനുഭവപ്പെട്ടു. തല കറങ്ങുന്നതായി തോന്നി. അവളുടെ തളർച്ചയിൽ മാധവൻ ആട്ടുകട്ടിലിൽ സ്ഥലം കൊടുത്തിട്ട് വിശ്രമിക്കാൻ ആജ്ഞാപിച്ചു. അതൊരു ഭീഷണിയുടെ സ്വരമായിട്ടാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. അവൾക്ക് ബോധം നശിക്കുന്നതായി തോന്നി. മെല്ലെ കട്ടിലേക്ക് ചാഞ്ഞു. പരമൻ പാറുവിനെയും തേടി മാധവൻ്റെ പൂമുഖപ്പടിയിലേക്ക് കയറി. മാമ, പാറു എവിടെ? മാധവൻ പാറുവിനെ ചൂണ്ടിക്കാട്ടി. തളർന്നു മയങ്ങുന്ന പാറുവിനെ കണ്ട പരമൻ ദേഷ്യത്തിൽ, എന്തേ ഉണ്ടായത്? എൻ്റെ പാറുവിനെ എന്താ ചെയ്തത്? എന്തേ അവൾക്ക് പറ്റിയത്? ഓൾക്കൊന്നും പറ്റിയിട്ടില്ല. അതിനെ ഓളിപ്പം എൻ്റെത് മാത്രമല്ലല്ലോ, ഇക്കും കൂടി അവകാശമുള്ളതാ. തല കറങ്ങണത് കണ്ടപ്പോൾ അല്പം കിടന്നോളാൻ പറഞ്ഞതാ. മാധവനെ ദേഷ്യത്തിൽ നോക്കിയ ശേഷം പരമൻ തളർന്നു കിടക്കുന്ന പാറുവിനെ ഇരു കൈകളിലും പൊക്കിയെടുത്ത് നടന്നു. മാധവന് തൻ്റെ അഭിമാനത്തിൻ്റെ കൊടുമുടിയിൽ തന്നെ ക്ഷതമേറ്റു. അയാൾക്ക് സകലരോട് ദേഷ്യം തോന്നി. നശിച്ച തൻ്റെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ചാരുവിൻ്റെ മറച്ചിരിക്കുന്ന ചിത്രത്തിനുള്ളിലിരുന്ന് അവൾ തന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്നുണ്ട്. അയാൾക്ക് ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി. ഒരു സ്ത്രീയെ ചൊല്ലി രണ്ട് പുരുഷന്മാർ ശണ്ട കൂടുന്നു. ക്ഷീണിച്ച് അവശനായി കിടക്കുന്ന തൻ്റെ പാറുക്കുട്ടിയെ